ഞാൻ വീണ്ടും വന്നു ഒരു കുഞ്ഞിക്കുട്ടി ഈസി റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കളർഫുൾ ആണ് കേട്ടോ. പഴയ കാലത്തെ മെമ്മറീസ് ഒക്കെ ആയിട്ട് നോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ തേനിലാവാണ് സംഭവം. പിന്നെ ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത് ചെറിയൊരു ഉടായ്പ കൂടെയാണ്. ആ ഉടായ്പ എന്താന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ തേനിലാവ് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ബാക്കി വന്ന ഇഡ്ലിയുടെ മാവ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉടായ്പ. നിങ്ങൾക്ക് ഇഡ്ലിയുടെ ദോശയുടെ മാവ് എടുക്കാം കേട്ടോ. അത്യാവശ്യം കട്ടിയായിട്ട് ഇരിക്കണമെന്ന് മാത്രം. മാവ് അധികം വെള്ളം പോലെ ഇരുന്നാൽ നമുക്കിത് നന്നായിട്ട് റെഡിയാക്കി തരില്ല. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള ബാറ്റർ തന്നെ എടുക്കാം കേട്ടോ. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യാത്തതാണ് നല്ലത്. എന്നാലും നമ്മൾ തേനിലാവ് എന്ന് പറയുമ്പോൾ നമുക്ക് കളർ മസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാണ്. അതിന്റെ ഒപ്പം തന്നെ ഇത്തിരി ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു റെഡ് കളറാക്കി റെഡിയാക്കി വെക്കാം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഒരു പാനിൽ നമ്മൾ തേനിലാവ് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വെച്ചൊന്ന് ചൂടാക്കി വെക്കണം. കാരണം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കണേക്കാൻ മുന്നേ തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ കുറേശ്ശെ എടുത്ത് ഒരു 3 വിരൽ ഉപയോഗിച്ച് എണ്ണയിലോട്ട് വലിയ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് അപ്പൊ തന്നെ ഇത് വീർത്ത് വരും കേട്ടോ. കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വീർത്ത് ഏകദേശം ഒരു ബോൾ പോലെ ആയിട്ട് തന്നെ വരും. നമ്മൾ ഇടുന്ന ഷേപ്പ് ഒന്നും ഒരു പ്രശ്നമല്ല. അത് വീർത്ത് വരുമ്പോൾ ഏകദേശം ഒരു റൗണ്ടിന്റെ ഷേപ്പ് തന്നെയായിരിക്കും. നിങ്ങളുടെ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് പറ്റുന്നത്ര ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് വീർത്ത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ബോൾസ് ആയിട്ട് വന്നോളും. അങ്ങനെ ഞാൻ ഈ പാത്രം നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പൊ ഞാനിത് കുറച്ചു നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ സെറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മുടെ ബോൾസ് ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് ഇടാനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിലൂടെ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്ന വരെ തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നമുക്ക് നൂൽപ്പരുപ്പ് ഒന്നും ആയി വരണ്ട കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച തേനിലാവിന്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് ഈ ബോൾസ് ഇങ്ങനെ ഷുഗർ സിറപ്പിലേക്ക് എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബോൾസിന്റെ ഉള്ളിലോട്ടൊക്കെ ഷുഗർ സിറപ്പ് നന്നായിട്ട് കയറുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ബോൾസ് എടുക്കുമ്പോൾ നന്നായിട്ട് അത് തേൻ പോലെ ഒഴുകി വരുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ നോസ്റ്റ് അടിച്ചിരിക്കാത്ത സമയത്ത് നമുക്ക് ഇത് റെഡിയാക്കാം കേട്ടോ. അപ്പൊ ഈ കളർ ഒന്ന് കണ്ടാൽ പോരെ, കഴിഞ്ഞ പോയ കാലത്തിന്റെ ഒരു ലോഡ് ഓർമ്മകൾ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ടാറ്റാ.